വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സോളങ് വാലി ഏരിയയിലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ? ഇതാണ് രാവിലെ 8 മണി കഴിഞ്ഞതില്ല കേട്ടോ. നല്ലൊരു വെയിൽ വന്നിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷം. അതുപോലെ തന്നെ സ്നോഫാൾ കേട്ടോ. ഇന്ന് രാവിലെ ഉണ്ടായ സ്നോഫാളാണ്. എല്ലാ ഏരിയകളും ഫുള്ള് മഞ്ഞായിട്ടുണ്ട് കേട്ടോ. കല്ലുകളും മണ്ണുകളും വടികളും വണ്ടികളൊക്കെ മഞ്ഞായിട്ടാണുള്ളത്. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് വീണ്ടും മേലോട്ടേക്ക് തന്നെയാണ് കേട്ടോ യാത്ര. കാരണം ലേ ലഡാക്ക് റൂട്ട് തുറക്കുന്നത് വരെ ഈ ഭാഗങ്ങളൊക്കെ ചുറ്റിപ്പറ്റി നടക്കണം. അപ്പോൾ എന്തായാലും മുകളിലോട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ കുക്കിങ്, തുണി അലക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും. മാക്സിമം പുതിയൊരു കാണുന്നത് എന്താ വേണ്ടത് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് ഇന്നത്തെ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ടോ, എന്താണല്ലേ, മഞ്ഞാണ് കേട്ടോ. ഈ ഏരിയ മൊത്തം മഞ്ഞ് പെയ്തിട്ട് നിലത്ത് വീട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ആദ്യം ടെൻ്റ് അടിച്ചൊരു കാടാണ് കേട്ടോ. ഇവിടെ പുഴയുണ്ട്, കുളിക്കാനും ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ എന്താ വിചാരിച്ചാൽ മഞ്ഞിൽ വെച്ചിട്ട് എന്താ ചായ ഒക്കെ വിചാരിച്ചു. ഇതുണ്ടോ നമ്മളെ കട്ടൻ ചായയാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കട്ടൻ ചായ എൻ്റെ ഇത് കണ്ടിച്ചൊന്നും വിചാരിക്കില്ല കേട്ടോ. സൗണ്ട് കണ്ടിച്ച് ആവേശവും ആകാംക്ഷയോടെ കൗതുകമാണ് ഇതൊക്കെ കാണുമ്പോൾ. കാരണം സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക്. അതും ഇന്ത്യയിലൂടെ നടന്നും ലിഫ്റ്റ് അടിച്ചൊക്കെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ഇതിനൊന്നും സന്തോഷം പറഞ്ഞാൽ മതിയാവില്ല, അത്രയും സന്തോഷമാണ്. കാരണം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ യാത്ര ചെയ്യാനും ഓരോ സ്ഥലങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നവരോടാട്ടോ പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്കിത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഇത് സാധിക്കും കേട്ടോ. വിചാരിച്ച കാര്യങ്ങൾക്ക് പുറമെ എപ്പോഴും നമ്മൾ ഓടാൻ ശ്രമിക്കുക കേട്ടോ. കുറേ കളിയാക്കലും പിടിക്കലൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കലും ഹിമാചൽ പ്രദേശ് പോലും കാണാൻ കഴിയില്ല പൈസ ഇല്ലാണ്ടെന്ന് കുറേ ആൾ പറഞ്ഞിട്ടുണ്ട്. അവരോടാട്ടോ പറയുന്നത്, ആരും നമ്മൾ കളിയാക്കാനോ പിടിക്കാനൊന്നും പാടില്ല. ഒരാൾ മുന്നോട്ട് ഓടുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ മാത്രം എപ്പോഴും എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അതൊക്കെ പോട്ടെ, ഈ ഒരു സ്ഥലവും കാഴ്ചയൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇനി ഇവിടുന്ന് കുക്ക് ചെയ്യണം കേട്ടോ. എന്തായാലും ഈ ഒരു ദിവസം ഇവിടുന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ ഇവിടെ തന്നെ ഇവിടുന്ന് ഈ ഒരു സ്ഥലവും ഈ ഒരു മണ്ണിൻ്റെ സുഗന്ധവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് മാത്രമേ കേട്ടോ ഞാൻ ഇവിടുന്ന് പോവും. നമ്മളെ കട്ടൻ ചായ റെഡി ആയിരിക്കുന്നു കേട്ടോ. മഞ്ഞിൽ വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. കാണുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു നാഗാദേവീൻ്റെ ഒരു ടെമ്പിളാണ് കേട്ടോ. എന്ത് രസമുള്ള ടെമ്പിളാണ്. എൻ്റെ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊക്കെ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ചായ ആക്കിയിരുന്നുണ്ടോ. ഈ ഒരു ബാവക്ക് കൊടുക്കാൻ ചായ ആക്കിയിരുന്നുണ്ടോ. ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കും കേട്ടോ. ടെൻ്റ് അടിക്കുക ഉള്ളിലാണോ ഒന്നും അറിയില്ല. ഈ ഒരു ബാവക്ക് ഞാൻ ചായ ആക്കി കൊടുക്കും കേട്ടോ. ഇന്ന് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ പുള്ളിക്കാരോട് ചായ വേണം ചോദിച്ചു. അപ്പോൾ ആന്ന് പറഞ്ഞ് നമ്മുടെ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് ചോദിക്കുക, വെതർ കണ്ടോ, ഫുള്ള് അടുത്തൊരു മഴക്കിലെ ചാൻസ് ആട്ടോ ഇവിടെ കാണുന്നത്. ഇതൊരു സന്തോഷമുള്ള കാര്യം കേട്ടോ. ചായ ഇങ്ങനെ ആയി കൊടുക്കുന്ന ഒരാൾക്ക് ഇഷ്ടത്തോടെ ചായ കൊടുക്കുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. ഇന്നലെ രാത്രി ഒരു ദിവസം ഞാൻ ഇവിടെ കേട്ടോ കിടന്നുറങ്ങി. ഇന്നലെ ലാസ്റ്റ് ഫുഡൊക്കെ ആക്കി കിടന്നുറങ്ങിയതാണ്. വീണ്ടും രാവിലെ എണിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ എണിച്ചിട്ട് ചായൻ്റെ പരിപാടിയാണ് നോക്കുന്നത്. ചായ ഇവിടെ ആകുന്നുണ്ട് കേട്ടോ. എന്താ അറിയാം, തണുപ്പ് എന്നെല്ലാം പറഞ്ഞാൽ നല്ല അതിമാരകമായ തണുപ്പോട്ടോ ഇവിടെ അടിക്കുന്നത്. മുകളിലോട്ടൊക്കെ നോക്കിയാൽ മഞ്ഞ് മലകളൊക്കെ എണീച്ച് നിൽക്കാൻ തുടങ്ങി കേട്ടോ. കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഇന്ന് വെയിലൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഇന്നലെ ഉച്ച കഴിഞ്ഞാൽ മൊത്തം മഞ്ഞായിരുന്നു. മഞ്ഞ് മാത്രമല്ല മഴയുമായിരുന്നു. ഇന്നൊരു നല്ല കാലാവസ്ഥ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനി മേലോട്ട് കയറാൻ വേണ്ടി കേട്ടോ. आपका नाम പേരെന്താടാ? 2 ചെറിയ പട്ടിക്കുട്ടന്മാരാട്ടോ. എന്തെല്ലാം രസം. ഓ അയ്യോ, എന്നെ കാണാൻ ഓട് ചെയ്യുന്നവർ കേട്ടോ. ഞാൻ ഒന്നും ചെയ്യാനല്ല വിളിക്കുന്നത്, ഇത് തലോടാൻ വേണ്ടി മാത്രമാണ് വിളിക്കുന്നത്. ഹായ്, എവിടെയാണ്? ഇവിടുത്തെ നായ്ക്കളൊക്കെ കണ്ടോ, ഭയങ്കര ഇതാട്ടോ, തടിച്ചിരിക്കും. ഇതാ ഫുള്ള് രോമായിരിക്കും ശരീരം മൊത്തം, തണുപ്പിനെ ആകെ ഇത് ചെയ്യാൻ വേണ്ടി. വാ വാ കുട്ടു 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 സവാ കുട്ടു സോയ്. കുക്കു കുക്കു ചുക്കുടി പാവേ ചുങ്കു ചുങ്കു വരില്ലല്ലോ.
കണ്ടോളൂ, എൻ്റെ കൊച്ചു കൂടാരം കേട്ടോ. ഞാൻ താമസിക്കുന്ന എൻ്റെ വീടാണിത്. എന്നെ ശല്യപ്പെടുത്താൻ ആരുമില്ല. ശല്യപ്പെടുത്തുന്നത് ഒന്ന് മാത്രം കേട്ടോ, കാലാവസ്ഥ. ശക്തിയേറിയ കാറ്റാണ് കേട്ടോ വീശുന്നത്. കാറ്റിന് മാത്രമാണ് പേടി. ഇവിടെ രാത്രി മൃഗങ്ങൾ ഇറങ്ങും ഒന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ മുകളിൽ ഹൈവേ ആണ്, വണ്ടി പോകുന്നുണ്ട്. ഇരുട്ടായി തുടങ്ങിയാൽ ഈ ഒരു ഭൂമിയിൽ ഞാനും ഈ മുകളിൽ കണ്ടോ തൊപ്പി പോലെ എന്നെ കാത്തു സൂക്ഷിക്കുന്ന മരങ്ങളാട്ടോ. എന്തായാലും ഇതൊക്കെ കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഇതുപോലൊരു കൂടാരത്തിൽ രാത്രി കിടന്നുറങ്ങുമോ, ഭക്ഷണം കുക്ക് ചെയ്യുമോ. ഞാനിവിടെ താമസിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് താമസിക്കും. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. വേറെ സന്തോഷ വാർത്ത പറഞ്ഞാൽ എനിക്ക് ഒരു ടിഫിനിൽ കുറച്ച് ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഹോട്ടലിൽ നിന്ന് ചാർജ് കുത്തുമ്പം പുള്ളിക്കാരൻ എനിക്ക് തന്നെ കേട്ടോ. ഒരാൾക്ക് ആക്കുമ്പോൾ ബാക്കി വന്നപ്പോൾ എന്നോട് പറഞ്ഞ് എടുത്തോ പറഞ്ഞ് അത് തന്നിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചായക്ക് എന്താണെന്ന് ചോദിച്ചാൽ ബ്രെഡ് ഉണ്ട്. സന്തോഷമാണ് കേട്ടോ, സന്തോഷമാണ്. എപ്പോഴും നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തോടെ നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. കാറ്റായത് കൊണ്ട് 4 സൈഡ് ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കെട്ടിയിടുന്നത്. കണ്ട, ഇവിടെ വലിയ സിമെന്റിന്റെ കട്ട വെച്ചിട്ട് അതിൽ കൊളുത്തിയിട്ട് ഈ ഒരു സൈഡാകുമ്പോൾ മരത്തിനാട്ടോ. ബാക്ക് 2 സൈഡും മരത്തിനാണ് കൊളുത്തിയിട്ടത്. കണ്ടോ, മരത്തിന് കെട്ടിയിട്ടുണ്ട്, അവിടെയും മരത്തിന് കെട്ടിയിട്ടുണ്ട്. അതുകൂടാതെ 4 സൈഡും സ്റ്റിക്ക് കയറ്റിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ കമ്പിയില്ല, അത് താത്തിയിട്ടുണ്ട്. അടിച്ചതാട്ടോ താത്തിയെ, ഇവിടെ താത്തിയിട്ടുണ്ട്. അങ്ങനെ സെക്യൂർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെയും കണ്ടോ 4 സൈഡും ഫുള്ള് 5 കമ്പിനെ അടിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് 4 കയറും കെട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എന്താ അറിയില്ല, സേഫാണ്, ഒന്നും അറിയില്ല. ഞാൻ ടെൻഷനാണ് കിടക്കുന്നത്. കുറേ നാളായിട്ട് ടെൻഷനാണ് കിടക്കുന്നത്. ഈ വലിയ കാഴ്ചകളൊക്കെ കാണുമ്പം ടെൻഷനകത്ത് എങ്ങനെയാണ് കിടക്കാതിരിക്കാൻ കഴിയുക. മലകളൊക്കെ നോക്കിയേ, എന്തല്ല ഇതൊക്കെ. കുറേ പേര് എന്നോട് എപ്പോഴും ചോദിക്കലുണ്ട് ടെൻറ്റിൻ്റെ അകംഭാഗം എന്താണ്. ഇത് എൻ്റെ പാത്രമാണ് കേട്ടോ. ഇതാണ് നമ്മൾ ചായ ഇതൊക്കെ ആക്കുന്ന പാത്രമാണ് ഈ കാണുന്നത്. അപ്പുറമാണെങ്കിൽ 2 കുപ്പിയും വെള്ളം കേട്ടോ. ഒരു കുപ്പിയും വെള്ളം ഓൾറെഡി കഴിഞ്ഞോട്ടെ, കാലിയായി. വെള്ളം കാലിയായി. ഇത് 2നും വെള്ളമുണ്ട് കേട്ടോ. ഇതാണ് സോയ ഓയിൽ കേട്ടോ, കറി വെക്കുന്ന സോയ ഓയിലാണ്. ചെരുപ്പ് 2 ഒന്ന് ഇവിടെ വെച്ചാൽ കേട്ടോ, ഒരു ജോഡി ഇവിടെ വെച്ച്, ഒന്ന് ബേഗിൻ്റെ അകത്താണ്. ഇതിലാണ് എൻ്റെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഇല്ല കേട്ടോ. ഗ്യാസ്, നമ്മളെ ഫ്രൈഡ് റൈസും റൊട്ടിയൊക്കെ അതിൻ്റെ അകത്തേ ഇല്ല. അതിനെ ഇപ്പോൾ ഓപ്പൺ ആക്കുന്നില്ല, അത് കഴിക്കണം എന്തായാലും. ഇതിലാണ് നമ്മൾ ബാഗ് കേട്ടോ, ചെറിയൊരു ബാഗ്, സാധനങ്ങളൊക്കെ വെക്കുന്നൊരു ചെറിയ ബാഗാണ്. എൻ്റെ സൗണ്ട് നോക്കല കേട്ടോ, ഇവിടെ -6 അതാട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ തോർത്തൊക്കെ ആറിയിട്ടുണ്ട്. ഇതുണ്ട്, തോർത്താറിയിട്ടതാണ്. ഇവിടെ കേട്ടോ കുഞ്ഞ് ബാഗ് വെച്ചിട്ടുള്ളത്. ഇവിടെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബാഗിനെ കുറിച്ച് പറയാനാണ് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. 2 സ്ലീപ്പിംഗ് ബാഗാണ് ഉപയോഗിക്കുന്നത്. ഈ നീല കാണുന്ന ഒന്നും കാപ്പി കാണുന്ന ഒന്നും, 2 ഒരുമിച്ചാട്ടോ വെച്ചിട്ടുള്ളത്. എൻ്റെ ആവശ്യം ഇതാട്ടോ. അയ്യോ, മൊത്തം തീവ്രവാദിനെ പോലെ ഉണ്ടോ, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. മാരക തണുപ്പാണ്. -6 നിൽക്കുന്ന കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുക അറിയില്ല. അയ്യോ, രാത്രിയാണ്, -6 കേട്ടോ. അതാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങണം കേട്ടോ. ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോ അധികം ലോങ് ആക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ലൈഫിലെ ഒരു രാത്രി കൂടി കഴിഞ്ഞ് പുതിയൊരു ദിവസം കൂടി വന്നിരിക്കുന്നു കേട്ടോ. രാവിലെ ആയിരിക്കുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ ഒരു കാഴ്ച കണ്ടോ, എന്ത് മനോഹരമാണ് നോക്കിയേ. ഈ ഒരു ഭൂമി, ഈ ഒരു പ്രകൃതി, മലകളൊക്കെ നോക്കിയേ, എന്താല്ലേ. ഓഹോ കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ. ഇന്നിവിടെ കിടന്നുറങ്ങി ഇപ്പോൾ എണീറ്റു. ഇനി നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകണം. അതിന് മുന്നേ വെച്ച് ചാർജൊക്കെ സെറ്റാക്കണം കേട്ടോ. ഫോണിലും പവർ ബാങ്കിലൊക്കെ ചാർജ് റെഡിയാക്കണം. താഴത്തൊരു കടയുണ്ട്, അവിടെ പോയി കടയിൽ പോയി സെറ്റാക്കണം. എന്നിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കണം. ഇതിന് നേരെ ഞാൻ അഡൽട്ടൗൺ ക്രോസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. കടത്തി ഇവിടെ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും എല്ലാം നല്ലതുപോലെ നടക്കട്ടെ. നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ് ഇവിടെയൊക്കെ. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ഗുഡ് ബൈ.